പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ജൂലൈ 11 വെള്ളിയാഴ്ച. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. ഈശോ, ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന മക്കള് അവരിന്ന് യാത്ര ചെയ്യുന്ന ഓരോ വീഥികളും കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. നിങ്ങളിന്ന് സംസാരിക്കുന്ന വ്യക്തികളെ നിങ്ങൾക്ക് അനുകൂലമായി കർത്താവ് ക്രമീകരിക്കപ്പെടട്ടെ. നിങ്ങളിന്ന് എഴുതുന്ന പേപ്പറ് കർത്താവ് ആശീർവദിക്കുന്നു. നിങ്ങളിന്ന് ഒപ്പിടുന്ന ഒപ്പുകൾ നിങ്ങൾക്കൊരിക്കലും തിരിച്ച് നിങ്ങൾ ഉപദ്രവിക്കാതിരിക്കാനും ഭാവി നിങ്ങൾക്ക് അനുകൂലമായത് മാറാൻ കർത്താവ് അതിൻ്റെ ഉള്ളിലുള്ള തിന്മകളെ കർത്താവ് നിർവീര്യമാക്കട്ടെ. എൻ്റെ ദൈവപൈതലെ, നീയും നിൻ്റെ കുടുംബവും കുഞ്ഞുങ്ങളും പോറ്റുന്നതിന് വേണ്ടി നിൻ്റെ എല്ലാ കഷ്ടപ്പാടുകളും
ജീവസന്ധാന മാർഗത്തിന് വേണ്ടിയുള്ള നിൻ്റെ അധ്വാനങ്ങൾ, നിൻ്റെ ഓഫീസ് വർക്കുകൾ, നിൻ്റെ തൊഴിലിടങ്ങൾ, നിൻ്റെ ജോലിക്കാര്യങ്ങൾ, അവിടെ നിനക്ക് ശത്രുക്കളായി നിൽക്കുന്ന വ്യക്തികളുടെ ശക്തികൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിർവീര്യമാകട്ടെ. എൻ്റെ കുഞ്ഞുങ്ങളുടെ വിവാഹങ്ങൾ, അവരെ കെട്ടിച്ചയച്ചിരിക്കുന്ന പാട്ടിൽ സ്ഥലത്തുണ്ടാകുന്ന വിഷമതകൾ, അവരും നീയും തമ്മിലും നിങ്ങളും തമ്മിൽ സംസാരിക്കുന്ന ഓരോ സംസാരങ്ങളും ഇടറിപ്പോകുന്ന സംസാരങ്ങളിൽ കർത്താവിൻ്റെ ശക്തി പ്രവർത്തിക്കുകയും അത് സമാധാനത്തെ കലാശിക്കുകയും ചെയ്യട്ടെ. മക്കളില്ലാത്തവരെ, ഗർഭിണികൾ പോലും ഗർഭശിശുവിന് കുഴപ്പങ്ങളുണ്ടെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ പേടിച്ചും നിലവിളിച്ചും കഴിയുന്നവരെ അവർ വയറെ പിടിച്ച് ഈ സമയം പ്രാർത്ഥിക്കട്ടെ, വരെ തൊട്ട് പ്രാർത്ഥിക്കട്ടെ. കർത്താവ് നിന്നെ അനുഗ്രഹിക്കുന്നു, നിൻ്റെ ഗർഭത്തെ ശിശുവിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ക്യാൻസർ രോഗികളും മറ്റു പലതരത്തിലുള്ള രോഗികൾ, ഉള്ളംകാല് വരെ നിൻ്റെ ഓരോ അവയവങ്ങളെയും കർത്താവ് സ്പർശിക്കേണ്ട ദൈവപൈതലേ. കർത്താവ് നിനക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവൻ, നിനക്ക് വേണ്ടി തിരലാൽ മുറിവേറ്റവൻ, നിനക്ക് വേണ്ടി മുറുക്കിടാൻ ചൂടിയവൻ, അവൻ്റെ വിശുദ്ധമായ രക്തം നിന്നിലേക്ക് ആവഹിക്കുകയും അടിപ്പിണർ പോലെ വൈദാക്കാലം പോലെ ദൈവികമായ ശക്തി നിൻ്റെ കുടുംബത്തെ സംരക്ഷിക്കട്ടെ, നിൻ്റെ ശരീരത്തെ സൗഖ്യപ്പെടുത്തട്ടെ. ഐ കമാൻഡ് യു ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ബി ഹീൽഡ്. ദൈവത്തിലെ നീ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഇന്നൊക്കെ ഇനി എന്തെല്ലാം സംഭവിക്കും ദൈവത്തിന് ഒത്തിരി പിടിയുമില്ല. നീ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ, വീട്ടിലോട്ട് കയറി വരുമ്പോൾ പുറത്ത് സമാധാനമാണ്, അകത്ത് യുദ്ധമാണെന്ന് വിചാരിച്ചുകൊണ്ട് എങ്ങനെ ജീവിക്കും? ആരെ സഹായിക്കാനില്ലല്ലോ, ആരെ സഹായിക്കേണ്ടവർ പോലും അവർ കൊത്തുകോഴികളെപ്പോലെ എനിക്കെതിരെ നിൽക്കുന്നല്ലോ എൻ്റെ ദൈവമേ എന്ന് വിചാരിച്ചുകൊണ്ട് മനസ്സ് പതറുന്ന നിന്നെ ഇപ്പോൾ കർത്താവിൻ്റെ നാമത്തെ ആസ്വദിക്കുന്നു. കർത്താവ് നിന്നെ ശ്രദ്ധിക്കട്ടെ, കർത്താവ് നിന്നെ സഹായിക്കട്ടെ. നിൻ്റെ തിന്മ വിചാരിക്കുകയും നിൻ്റെ നഷ്ടം ആഗ്രഹിക്കുകയും ചെയ്യുന്നവരെ കർത്താവ് ബന്ധിക്കട്ടെ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, pour out His Spirit. എൻ്റെ കർത്താവെ, ഞാൻ ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നു. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതയാൽ നീ എന്തെല്ലാം കാലത്ത് എന്നോട് കാണിച്ച കാരുണ്യവും, നീ എൻ്റെ പേര് കേൾക്കുമ്പോൾ എന്തെല്ലാം നിനക്ക് സന്തോഷം തോന്നിയിട്ടുണ്ടോ, ആ സന്തോഷ നിമിഷങ്ങളെ പ്രതി നിൻ്റെ അവകാശമോഹരമായ ജനങ്ങളെ നിൻ്റെ നാമത്തെ ആസ്വദിക്കുന്നു. അവർ നിൻ്റെ നാമം സന്ധിക്കപ്പെടട്ടെ. അവർ സന്ധിക്കപ്പെട്ടുകൊണ്ട് നിന്നെ മഹത്വപ്പെടുന്ന കാലത്തിനെ കാത്തിരിക്കുന്ന കർത്താവെ, Lord Jesus Christ, pour out His Spirit, touch our fingers, walk with the precious blood, Lord, infuse His Spirit of power and grace. 2 സാമുവേൽ 17:23. തന്റെ ഉപദേശം സ്വീകരിച്ചില്ലെന്ന് കണ്ടപ്പോൾ അഹിതോഫേൽ കഴുതയ്ക്ക് ജീനിയിട്ട് തന്റെ പട്ടണത്തിലേക്ക് പോയി. വീട്ടുകാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തിയതിനു ശേഷം അവൻ തൂങ്ങി മരിച്ചു. രാവിലെ വെളുപ്പിനെ എഴുന്നേറ്റിട്ട് ഒരു സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. എന്തെന്ന് പറയാൻ കാരണം, ഇത് ഞാൻ ഈ പറഞ്ഞത് കേൾക്കണമെങ്കിൽ ഇന്നലത്തതോടെ ഒന്ന് കേൾക്കണം കേട്ടോ. ഇന്നലെ എന്താ പറഞ്ഞത്? ഇന്നലത്തൊന്ന് വായിച്ചേ. അതായത് 2 സാമുവേൽ 15:31 വായിച്ചേ. അഹിതോഫേലും അബ്സലോമിന്റെ ഗൂഢാലോചനയിൽ ചേർന്നെന്ന് അറിഞ്ഞപ്പോൾ ദാവീദ് പ്രാർത്ഥിച്ചു, കർത്താവേ, അഹിതോഫേലിന്റെ ആലോചന വ്യർത്ഥമാക്കണമേ. അത് തൂങ്ങി മരിക്കണമെന്ന്, അവന്റെ കുടുംബം മുടിഞ്ഞു പോകണമെന്ന് ഒന്നും പ്രാർത്ഥിച്ചില്ല. പക്ഷെ കർത്താവിന്റെ ദാസനെ അങ്ങനെ ആർക്കും എഴുതി തള്ളാൻ പറ്റത്തില്ല. ശക്തനും ധീരനുമായിരിക്കുക. എന്താണ് യോശുവയ്ക്ക് കൊടുക്കുന്ന ഉപദേശം? എന്താണ്? ശക്തനും ധീരനുമായിരിക്കും. യോശുവ 1:9. ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലേ? നിന്റെ ദൈവമായ കർത്താവ്, നിന്റെ ദൈവത്തിന്റെ കാര്യമാട്ടോ, നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. എൻ്റെ മക്കൾ, ഈ ആത്മീയ ജീവിതം ഉണ്ടല്ലോ, ഒരു വല്ലാത്ത ജീവിതമാണ്. നമ്മളെ പല ആൾക്കാരും മതജീവിതം എന്നാണ് പറയുന്നത്. മതജീവിതമാണ് അനുഷ്ഠിക്കുന്നത്, ആത്മീയ ജീവിതമല്ല. നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൊള്ളും പിന്നീട്. പല ആൾക്കാരും ആത്മീയ ജീവിതം എന്ന് പറയുന്നത് മതജീവിതവും ജാതി ജീവിതവുമാണ്. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ മതജീവിതവും ജാതി ജീവിതവും ജീവിക്കുന്നവരുള്ളവർ. They are not actually leading the spiritual life, especially biblical spirituality. Biblical spirituality എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നിലപാടും നയവുമാണ്. അതാണ് ജോഷുവോട് പറയണത്.
ശക്തനും ധീരനുമായിരിക്കണം. നീ ഇപ്പോൾ കൂടുന്നിടത്ത് ഞാൻ കൂടെ ഉണ്ടാവും. പിന്നെ നിനക്കെന്താ പ്രശ്നം? അബ്സലോമിൻ്റെ കൂടെയാണ് അഹീഥോഫെൽ ചേർന്നത്. ദാവീദിനെ പാരയും സൂചിയും വെക്കാൻ ചേർന്നതാണ്. അപ്പം ദാവീദ് എന്ത് ചെയ്യും? കർത്താവേ, എനിക്കാരുമില്ല, എന്നെ സഹായിക്കണേ, ഒന്നും പറഞ്ഞില്ല. ദാവീദ് പ്രാർത്ഥിച്ചു. എന്താ കാര്യം? ദാവീദ് പ്രാർത്ഥിക്കുമ്പോൾ, സങ്കടം കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ദാവീദ് പ്രാർത്ഥിക്കണം എന്താണ്? ആരെല്ലാം ഇങ്ങനെയൊക്കെ തള്ളി പറഞ്ഞാലും കർത്താവ് ഗൂഢാലോചന നടത്തിയാലും എന്താണ്? അങ്ങയുടെ തിരുസന്നിധിയിൽ എന്നെ തള്ളിക്കളയരുത്, അങ്ങയുടെ പരിപാലനം എന്നെ എടുത്തു കളയരുത്. അതൊക്കെയാണ് ദാവീദിൻ്റെ പ്രാർത്ഥന. വായിച്ചേ സങ്കീർത്തനം 51:11. അങ്ങയുടെ സന്നിധിയിൽ നിന്ന് അങ്ങ് ശപിക്കപ്പെട്ടതുപോലെയാണ്. നിന്റെ കുടുംബത്തിൽ നിന്ന് ഇനി വാള് നീങ്ങിപ്പോകത്തില്ലെന്നൊക്കെ പറഞ്ഞ് ശപിച്ചതാ. വാള് നീങ്ങിപ്പോകത്തില്ലെന്നൊക്കെ പറഞ്ഞ് ശപിക്കാം. വാള് നീങ്ങത്തുമില്ല. പക്ഷേ വേറെ ഒരുത്തൻ വന്ന് അവൻ്റെ കൈ ചൂണ്ടിയാൽ, അഹീഥോഫെൽ ചെറിയൊരു ടേസ്റ്റ് നോക്കിയതാ. ഇവൻ ശപിക്കപ്പെട്ടവനാണ്, നാഥാൻ ഇവനെക്കുറിച്ച് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കണത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അബ്സലോമിൻ്റെ കൂടെ കൂടിയതാണ്. പക്ഷെ എന്നാ പറ്റി? സ്വയം എരിഞ്ഞിടങ്ങിപ്പോയി. അതുകൊണ്ടാണ് പറയണത് ഐ വിൽ കം വിത്ത് യു വേറെവർ യു ഗോ. അപ്പം അതുകൊണ്ട് ഒരു ആധ്യാത്മികത എന്ന് പറയുന്നത് ഒരു നിലപാടും ഒരു നയവും ഒരു സമീപനവുമാണ്. സ്പിരിച്വൽ ലൈഫ് എന്ന് പറഞ്ഞാൽ സുവിശേഷ വിഹിതമായ വചനാനുസൃതമായ ഒരു നിലപാട്, വചനാധിഷ്ഠിതമായ ഒരു സമീപനം, നയം. നിങ്ങളെ ഈ നാഷണൽ ഹൈവേ ആത്മീയമായ ദേശീയപാതയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ എന്നാണ് ദാവീദ് പ്രാർത്ഥിക്കുന്നത്. വചനാധിഷ്ഠിതമായ നയം എന്താണ്? ആ സമയത്ത് പ്രാർത്ഥിച്ചു, അത്രയേ ഉള്ളൂ. ദാവീദിൻ്റെ എപ്പോഴും അങ്ങനെ. അവന് ചങ്ക് പൊടിഞ്ഞു കഴിഞ്ഞാൽ ആളുടനെ പ്രെയർ ചെയ്യും. ചിലപ്പോൾ മണിക്കൂറോളം ചെയ്യും. കൊച്ച് മരിച്ച ബേർഷീബാക്ക് കേസ്, ആ കൊച്ച് ജീവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ കയറിയ ദാവീദ് 3 ദിവസം ചാരം പൂശി കടലടി കിടന്നു. പ്രേയറിന് എന്നാ പവറിലാണ് ഈ മനുഷ്യൻ, അത് ആണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെ 2 കാര്യങ്ങളാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഈശോയോട് എപ്പോഴും പറയും, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയും രക്ഷിക്കണേ എന്ന് പറയുമ്പോൾ തന്നെയാണ് ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് ചോദിക്കുമ്പോൾ പഠിപ്പിക്കേണ്ടതായിട്ടുള്ള വിഷയം പ്രാർത്ഥനയാണെന്ന് മനസ്സിലാകത്തില്ലേ? ആ പ്രാർത്ഥനയുടെ പ്രധാനപ്പെട്ടത് എന്താണ്? പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുത്, തിന്മയും രക്ഷിക്കണമേ. അറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ അതാണ് ആസ്തിഭദ്രത. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാകുക.